Hey guys, welcome back. So guys, അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ 2024 ഇറങ്ങിയ കുറച്ച് നല്ല ഫോൺസ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ലിസ്റ്റിൽ ഒരു 5 ഫോൺസ് ഉണ്ട്. ആ 5 ഫോൺസ് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ ഈ ഒരു വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സോ ഗൈസ് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ് എൻ്റെ ലിസ്റ്റിൽ ഒന്നാമത് നിൽക്കുന്ന ഫോൺ എന്ന് പറഞ്ഞാൽ Poco X6 Pro ആണ്. അപ്പോൾ X6 Pro എങ്ങനെ എൻ്റെ ലിസ്റ്റിൽ വന്നു വെച്ചാൽ ഇതിന്റെ ബഡ്ജറ്റ് ആണ്. അതായത് ഇത് വന്ന് 20,000 രൂപക്കാണ് ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ കിടക്കുന്നത് ഈ ഒരു ഫോൺ എന്ന് പറയുന്നത്. അത് 256GB വേരിയന്റ് ആണ് 20,000 രൂപക്ക് കിടക്കുന്നത്. then അടുത്തൊരു പ്രത്യേകത ഈ ഒരു ഫോണിൽ ഈ ഒരു ഫോൺ 5000 mAh ബാറ്ററി, അതേപോലെ 67 വാട്ട് ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 67 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിങ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം 0 to 100 ആവാൻ വേണ്ടി ഒരു 40-45 മിനിറ്റ്സ് മാത്രമേ എടുക്കുള്ളൂ. അപ്പോൾ Poco X6 ന്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. അതുപോലെ ഇതിൽ ഉപയോഗിക്കുന്ന ചിപ്സെറ്റ് പറഞ്ഞാൽ Dimensity-യുടെ ചിപ്സെറ്റ് ആണ്. Dimensity 8300 Ultra എന്ന് പറയുന്ന ചിപ്സെറ്റ് ആണ് ഈ ഒരു ഫോണിൽ അവർ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് 20,000 രൂപയ്ക്ക് ഒരു കിടിലൻ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ നിങ്ങൾക്ക് എന്തായാലും യൂസ് ചെയ്ത് നോക്കാം. ഇതിന് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഒന്ന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ നിങ്ങളൊരു ബഡ്ജറ്റ് ഫോൺ 20,000 രൂപയ്ക്ക് ഒരു ഫോൺ നോക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും യൂസ് ചെയ്ത് നോക്കാം. അപ്പൊ എന്റെ ലിസ്റ്റിലെ രണ്ടാമത്തെ ഫോൺ എന്ന് പറയുന്നത് Motorola Edge 50 Pro എന്ന് പറയുന്ന ഫോണാണ്. അപ്പൊ ഈ ഒരു ഫോണിൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 125 വാട്ടിന്റെ ചാർജിങ് ആണ് ഇതിൽ സപ്പോർട്ട് ആയിട്ടുള്ളത്. ഇതിന്റെ ബാറ്ററി എന്ന് പറയുന്നത് 4500 mAh ബാറ്ററിയാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. അതുപോലെ ഈ ഒരു ഫോണിൽ വയർലെസ് ചാർജിങ്ങും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ആണ്. അപ്പൊ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബഡ്ജറ്റ് റേഞ്ചിൽ നിങ്ങൾ ഒരു ഗെയിമിംഗ് ഫോണൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ നിങ്ങൾക്ക് എന്തായാലും യൂസ് ചെയ്യാം. BGMI 60 FPS വരെയൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ യൂസ് ചെയ്ത് കളിക്കാനും പറ്റും. നമ്മൾ ഇതിന്റെ ക്യാമറ ക്വാളിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ബാക്ക് ആയാലും ഫ്രണ്ട് ആയാലും അത്യാവശ്യം നല്ല രീതിക്ക് ക്യാമറ ക്വാളിറ്റി വരുന്ന ഒരു ഫോൺ തന്നെയാണ്. ഇത് അത്യാവശ്യം ബഡ്ജറ്റ് റേഞ്ചിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കിടില ഫോൺ തന്നെയാണ് Motorola Edge 50 Pro എന്ന് പറയുന്നത്. അപ്പൊ ഇത് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് വന്ന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ നിങ്ങൾ ഒരു ഫോൺ Motorola ഫോൺ, അതായത് Motorola ഒക്കെ യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് പർച്ചേസ് ചെയ്ത് യൂസ് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മുടെ ലിസ്റ്റിൽ വരുന്ന അടുത്തൊരു ഫോൺ എന്ന് പറയുന്നത് Xiaomi 14 ആണ്. Xiaomi 14 എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു പ്രീമിയം ലുക്കിൽ വന്ന ഒരു കിടിലൻ ഫോണാണ് അത് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ ഹൈപ്പോട് കൂടി വന്ന ഒരു ഫോണാണ് ഈ Xiaomi 14 എന്ന് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ അതിന്റെ ക്യാമറ തന്നെയാണ് അതിന്റെ മെയിൻ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. കാരണം ലൈക്കയുടെ സെൻസറാണ് ആ ഒരു ക്യാമറയിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിക്കുള്ള ക്യാമറ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ആ ഒരു ഫോണുണ്ട്. ഫോൺ ഇറങ്ങിയ ടൈമിൽ തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് എല്ലാവരും യൂസ് ചെയ്ത് നല്ല റിവ്യൂ വന്ന ഒരു കിടിലൻ ഫോണാണ് Xiaomi 14 എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും Xiaomi എന്ന് പറയുമ്പോൾ ചാർജിങ്, അതായത് അത്യാവശ്യം നല്ല രീതിക്കുള്ള ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോണിൽ സപ്പോർട്ടാണ്. അതുപോലെ തന്നെ വയർലെസ് ചാർജിങ്ങും സപ്പോർട്ടാണ് ഈ ഒരു ഫോണിൽ. ഹൈപ്പർ വോയിസ് ആണ് ഇതിൽ വരുന്നത്. അതുപോലെ ഈ ഒരു ഫോണിന്റെ കംഫർട്ട് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഹാൻഡി ആയിട്ടുള്ള ഒരു ഫോണാണ് ഇത് എന്ന് പറയുന്നത്. നമുക്ക് നല്ല കോമ്പാക്റ്റബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കിടിലൻ ഫോൺ തന്നെയാണ് Xiaomi 14 എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഫോൺ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് വന്ന് ഞാൻ ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ ഒരു Xiaomi ഫാൻ ആണ്, Xiaomi 14 ഒക്കെ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടാം. നിങ്ങൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാം. അപ്പൊ അടുത്ത നമ്മുടെ ഫോൺ എന്ന് പറയുന്നത് iQOO 13 ആണ്. iQOO 13 ഏറ്റവും വലിയ പ്രത്യേകത പറയുന്നത് ഇതിൽ വരുന്ന ചിപ്സെറ്റ് തന്നെയാണ്. ഇതിൽ വരുന്ന ചിപ്സെറ്റ് പറഞ്ഞാൽ Snapdragon 8L8 എന്ന് പറഞ്ഞ ചിപ്സെറ്റ് ആണ്. അപ്പൊ ആ ഒരു ചിപ്സെറ്റ് വെച്ച് പറയുന്ന ആദ്യത്തെ ഫോണാണ് iQOO 13 എന്ന് പറയുന്നത്. നമ്മൾ ആ ഒരു ഫോണിന്റെ മറ്റു ഫീച്ചേഴ്സ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 120 വാട്ട് വരെ ചാർജിങ് സപ്പോർട്ട് ആണ് ആ ഒരു ഫോണിൽ പറയുന്നത്. അതുപോലെ തന്നെ 144 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ ആ ഒരു ഫോണിൽ വരുന്നത്. 2K ഡിസ്പ്ലേ ആണ് ആ ഒരു ഫോണിൽ വരുന്നത്. അതുപോലെ നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കുന്ന ഒരു കാര്യമാണ് ബാറ്ററി എന്ന് പറയുന്നത്. ഈ ഒരു ഫോൺ 6000 mAh ബാറ്ററിയാണ് വരുന്നത്. സോ നിങ്ങളുടെ ഡെയിലി ലൈഫിലൊക്കെ നിങ്ങൾക്ക് എന്തായാലും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കിടിലൻ ഫോൺ തന്നെയാണ് iQOO 13 എന്ന് പറയുന്നത്. അതുപോലെ iQOO 13 ക്യാമറയും വന്ന് അത്യാവശ്യം കൊള്ളാവുന്ന ഒരു ക്യാമറ തന്നെയാണ് ആ ഒരു ഫോണിൽ വന്നിട്ടുള്ളത്. സോ നിങ്ങൾ ഒരു iQOO ഫാൻ ആണ്, iQOO ഫോൺ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ എന്തായാലും ഒരു നല്ല ഓപ്ഷൻ ആയിരിക്കും. സോ നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ ലിങ്ക് വന്ന് ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. സോ എന്തായാലും ചെക്ക് ഔട്ട് ചെയ്തു. അപ്പൊ നമ്മുടെ ഫൈനൽ ഫോൺ എന്ന് പറയുന്നത് Vivo X200 Pro എന്നാണ്. ഈ ഒരു ഫോണിനെ കുറിച്ച് കൂടുതലായിട്ട് പറയേണ്ട ഒരു കാര്യമില്ല. കാരണം നിങ്ങൾ ഇപ്പൊ ഇൻസ്റ്റാഗ്രാം തുറന്നാലും യൂട്യൂബ് തുറന്നാലും ഷോർട്സ് തുറന്നാലും ഈ ഒരു ഫോണിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും പറയാൻ മാത്രമേ ആൾക്കാർക്ക് നേരുള്ളൂ. സോ എന്ന് പറഞ്ഞാൽ ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ക്യാമറ തന്നെയാണ്. ഇതിന്റെ ക്യാമറ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കിടിലൻ ക്യാമറയാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. പൊതുവെ വിവോ എന്ന് പറഞ്ഞ കമ്പനിയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഫോണിലും ക്യാമറ അത്യാവശ്യം കിടിലായിരിക്കും. അപ്പൊ ഈ ഒരു ഫോണിൽ ഒന്നുകൂടെ മികച്ചതെന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ ഒരു ഫോൺ കുറച്ചുകൂടെ കിടിലാണ് ഇതിന്റെ ക്യാമറ കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. ഈ ഒരു ഫോണിന്റെ കംപ്ലീറ്റ് മാർക്കറ്റിംഗും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഈ ഒരു ഫോണിന്റെ ക്യാമറ വെച്ചിട്ടാണ്. ഇപ്പൊ നമ്മൾ ഇൻസ്റ്റാഗ്രാം റീൽ നോക്കുകയാണെങ്കിലും യൂട്യൂബിൽ ഷോർട്സ് നോക്കുകയാണെങ്കിലും ഇതിന്റെ ക്യാമറയെ കുറിച്ചാണ് അധികം ആൾക്കാർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് ബാറ്ററി പറഞ്ഞാൽ 6000 mAh ബാറ്ററിയാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. അതുപോലെ അത്യാവശ്യം നല്ല കിടിലായിട്ടുള്ള ഒരു ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. അതുപോലെ നമ്മൾ ഈ ഒരു ഫോണിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറെ അധികം AI ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. അതായത് നമ്മുടെ ക്യാമറയിലായാലും സർക്കിൾ സെർച്ച് ആയാലും അങ്ങനെ കുറെ അധികം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. നിങ്ങൾക്ക് എന്തായാലും യൂസ് ആവുന്ന കുറെ അധികം ഫീച്ചേഴ്സ് ഈ ഒരു ഫോണിൽ ഉണ്ടാവും. അപ്പൊ ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേ ആയാലും പെർഫോമൻസ് ആയാലും ബാറ്ററി ആയാലും എല്ലാം അത്യാവശ്യം കിടിലായിട്ടുള്ള ഒരു ഫോൺ തന്നെയാണ് Vivo X200 Pro എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് കൂടുതലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം കിടിലായിട്ടുള്ള ഒരു ഫോൺ തന്നെയാണ്. നിങ്ങൾ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടാവും. കാരണം ഇത് ഈ പറഞ്ഞ എല്ലാ ഫോൺസും ഇറങ്ങിയിട്ട് കുറെ ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ പരിചയപ്പെടുത്തി
എല്ലാ ഫോണിന്റെ ലിങ്ക്സ് വന്നിട്ടുണ്ടാവും, ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. നിങ്ങൾ അവിടെ ചെക്ക് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഏത് ഫോണാണ്, അതിന്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അവിടെ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾ ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാം. എന്നിട്ട് ശരിക്കും നോക്കിയിട്ട് മാത്രം നിങ്ങൾ നിങ്ങളുടെ ഫോൺ പർച്ചേസ് ചെയ്യുക. അപ്പൊ ഗൈസ് ഇത്രയുള്ള നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എല്ലാ ഫോൺസിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. അപ്പൊ ഇനി ഇതേപോലെ കുറെ വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. സോ ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസ് വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്.